ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് അന്വേഷിക്കാൻ വിജിലൻസ് വന്നിട്ടും കാര്യമില്ലെന്ന് പരിഹസിച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് കണ്ടെത്താൻ ഇരുമുന്നണികൾക്കും താൽപര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കള്ളൻ പോറ്റി സോണിയയുടെ ആളാണെന്ന് ഒരാൾ പറയുന്നു, പിണറായിയുടെ ആളാണെന്ന് മറ്റൊരാൾ പറയുന്നു. പരസ്പരം പഴിചാരാനല്ലാതെ യഥാർത്ഥത്തിൽ പോറ്റിയെ സഹായിച്ചത് ആരെന്ന് കണ്ടുപിടിക്കാൻ ആർക്കും താൽപര്യമില്ല. ഇരുമുന്നണികളും തമ്മിൽ അന്തർധാരയുണ്ട്. കള്ളൻ പോറ്റിക്ക് പിന്തുണ നൽകിയത് ദേവസ്വം മന്ത്രിയാണ്. സംസ്ഥാനത്ത് ബി.ജെ.പി. ഭരണം നടത്തിയിട്ടില്ല. ഇവിടെ ഭരിച്ചവരാണ് കൊള്ളയ്ക്ക് ഉത്തരവാദിയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ വീണ്ടും പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി രംഗത്തെത്തി. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യം പരിഗണിച്ച് വീണ്ടും സാമ്പിൾ ശേഖരിക്കാനും വീണ്ടും പരിശോധന നടത്താനുമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സ്വർണ്ണപ്പാളികൾ ഏതെങ്കിലും തരത്തിൽ മാറിയിട്ടുണ്ടോ എന്നതിൽ വ്യക്തത വരാനും എത്രത്തോളം സ്വർണം പാളികളിലുണ്ട് എന്നറിയാനുമുള്ള ശാസ്ത്രീയ തെളിവുകൾക്ക് വേണ്ടിയാണ് വീണ്ടും പരിശോധന നടത്താൻ കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. മുംബൈയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് അയച്ച് പരിശോധന നടത്തണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. കേസിൽ ഇടക്കാല ഉത്തരവാണ് കോടതി പറഞ്ഞത്. അടച്ചിട്ട കോടതി മുറിയിലാണ് ഇന്ന് കേസ് പരിഗണിച്ചത്. കേസ് വീണ്ടും ഫെബ്രുവരി 19 പരിഗണിക്കും. മുമ്പ് VSSലായിരുന്നു സാമ്പിളുകൾ പരിശോധിച്ചത്. എന്നാൽ മുംബൈയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ കൂടി പരിശോധന നടത്തണമെന്ന് SIT ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. ഇതാണ് ഇപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നത്. സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ മൊത്തത്തിൽ കടത്തി പുതിയ പാളികൾ സ്ഥാപിച്ചതാണോ എന്നതിലാണ് VSCയുടെ റിപ്പോർട്ടിൽ ആശയക്കുഴപ്പമുണ്ടായത്. കൃത്യമായ ഉത്തരം റിപ്പോർട്ടിലില്ല. 1998 മെർക്കുറി ഉപയോഗിച്ചാണ് UB ഗ്രൂപ്പ് ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞത്. എന്നാൽ ചില പാളികളിൽ മാത്രം മെർക്കുറിയുടെ അംശം തീരെ കാണുന്നില്ല എന്നാണ് പരിശോധനാ റിപ്പോർട്ടിലുള്ളത്. മാസപൂജയ്ക്കായി അടുത്തയാഴ്ച നട തുറന്ന ശേഷം സാമ്പിൾ ശേഖരിക്കുമെന്നാണ് വിവരം. അതേസമയം ശബരിമലയിലെ കൊടിമരത്തിലും പ്രത്യേക അന്വേഷണം നടത്തും.